അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമായ ഒരു കാര്യമാണ് കുടുംബ പ്രശ്നം. ഉണ്ടാകുന്ന പ്രശ്നം നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതിലേറ്റവും മെയിനായ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു ചെറിയൊരു തീപ്പൊരി പ്രശ്നം മതി അത് വലുതായി വരാനും. ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക്, ആവശ്യമില്ലാതെ തർക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മളെ മുമ്പ് ഒരുപാട് സ്നേഹം കൊണ്ട് മൂടിയിരുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളി ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആരുമല്ലാതായി തീരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന വിഷമം നിങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര പ്രശ്നമായിരിക്കാം, പക്ഷെ അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും തോറും ബന്ധങ്ങൾ അകന്നകന്ന് പോകുന്നതായി കാണാം. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ എല്ലാമായിരുന്ന ജീവിത പങ്കാളി നമ്മോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് അനുഭവിച്ചവർക്കേ മാത്രമേ അറിയാവൂ. ഒട്ടുമിക്കവരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് ആ സ്നേഹം തിരിച്ച് കിട്ടണ്ടേ? നമുക്ക് ആ സ്നേഹം വേണമെങ്കിൽ നമുക്ക് ആ സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും നോക്കും. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഞാനീ പറയാൻ പോകുന്നത്. ആ സമയത്തെല്ലാം നമ്മുടെ ശക്തി നമ്മുടെ അള്ളാഹുവാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം മൃദുവായി മാറുന്നു. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്നേഹം തിരിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് അള്ളാഹുവിലേക്ക് തിരിയാം. ആ സ്നേഹം തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിയാം. ഈ അമൽ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ പഴയതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് കാണാം. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുന്നത് കാണാം. ഇത് ചെല്ലേണ്ടുന്ന സമയം കാലത്ത് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മുടെ എല്ലാം മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ചെല്ലേണ്ടതാണ്. ഇത് ഏത് സമയമൊന്നുമല്ല, പക്ഷേ സുബഹി നമസ്കാര ശേഷം ചെല്ലുന്നത് ഏറ്റവും നല്ല ഉത്തമമാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയതിന് ശേഷം നിയ്യത്ത് ചൊല്ലുക. എന്താണോ നമ്മുടെ ആവശ്യം, നമ്മുടെ പ്രയാസങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം 786 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലി, ഓരോ പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം വെള്ളത്തിൽ ഇഷ്ഫി എന്നും പറഞ്ഞ് ഊതുക. ഇതിന് ശേഷം അത് തീരുന്നത് വരെ അങ്ങനെ ചെയ്യുക. ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഈ വെള്ളം ആർക്കാണോ നമുക്ക് ആവശ്യമായ സ്നേഹബന്ധം കിട്ടാൻ ആർക്കാണോ ആവശ്യം അവർക്ക് കുടിക്കുവാൻ കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലോ, മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലോ, പഴയതുപോലെ നമ്മളോട് സഹകരിക്കുന്നില്ലെങ്കിലോ ചെയ്താലും അവർക്കും ഇത് വെള്ളം ഊതിക്കൊടുത്താൽ അത് പ്രതിഫലം കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും നിറഞ്ഞ ഈ വാക്ക് ചൊല്ലുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ അനുമതിയിലൂടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കും. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്ത് വരും. വഴക്കുകൾ കുറഞ്ഞു കിട്ടും. തർക്കങ്ങൾ മാറിക്കിട്ടും. വെറുതെ അങ്ങ് ചൊല്ലിപ്പോയാൽ പോരാ. നമ്മുടെ അള്ളാഹുവിനോട് അത്രയും നമ്മൾ ശക്തമായ ദുആയിലൂടെ മാത്രം പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ശക്തമായ ദുആയിലൂടെ കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കൂ. ഇതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹു സ്നേഹവും സമാധാനവും ഇറക്കുന്നു. ഇന്ന് തന്നെ ചെയ്യൂ. വഴക്കുള്ള വീടിനെ നല്ല സ്നേഹമുള്ള വീടാക്കി മാറ്റൂ. അള്ളാഹുവിൻ്റെ നാമം ഉള്ളിടത്ത് പ്രശ്നങ്ങൾ നിലനിൽക്കുകയില്ല, അതെപ്പോഴേ മാഞ്ഞു പോകും. എല്ലാവരുടെ വീടുകളിലും സമാധാനവും ഐക്യവും ശാന്തിയും നിലനിൽക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം.